ഇന്നൊരു ചെറിയ ഹോസ്പിറ്റൽ ഡേ കാണിക്കാമെന്ന് കരുതിയിട്ടോ. ഇതാ ആയിരിക്കണ മുതലിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. 2 ആഴ്ച മുന്നേ ഏട്ടൻ്റെ ബൈക്കൊന്ന് ചെറുതായിട്ട് ആക്സിഡൻ്റ് ആയി. ഇപ്പം കയ്യിന് വലിയൊരു മുറിവും കാലിന് ചെറിയ പൊട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം കയ്യും കാലും കെട്ടി ഞങ്ങളായിട്ട് തല്ല് കൂടുതലാണ് മെയിൻ പരിപാടി. വീഡിയോസിലൊന്നും അധികം കാണിക്കാത്തതുകൊണ്ട് എൻ്റെ ഏട്ടന്മാരൊന്നും ആർക്കും അധികം അറിയുണ്ടാവില്ല കേട്ടോ. ഇതെൻ്റെ 2ാമത്തെ ഏട്ടനാണ്. ബാക്കി 2 ഏട്ടന്മാർക്കും ലീവ് കിട്ടാത്തതുകൊണ്ട് ഞാനും തമ്പുരും കൂടി ചെറിയേട്ടൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. ഞങ്ങൾ ചാടി ഇറങ്ങിയതാണ് കേട്ടോ. നേരത്തെ കയ്യിൽ മുറിവുണ്ടെന്ന് പറഞ്ഞില്ലേ, ചില്ലറ മുറിവൊന്നും അല്ലാട്ടോ ഉള്ളത്, 8-10 സ്റ്റിച്ചൊക്കെ ഉണ്ട്. അപ്പം സ്റ്റിച്ച് അഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നാണ് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനായിട്ടോ ഞങ്ങൾ വന്നത്. 10:30-ക്കായിരുന്നു കേട്ടോ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഏട്ടന്മാർക്ക് ലീവില്ല എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഏട്ടൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടാണ് കേട്ടോ വന്നത്. ഒരു 10:45 ആയപ്പോഴാണ് എത്തിയത്. അതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു. ഹോസ്പിറ്റലിലായാലും ഞങ്ങൾക്കൊരു വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുട്ടി ഇതാ ഓരോ സ്റ്റെപ്പൊക്കെ എന്നെ അവിടെ ഇരുന്ന് കാണിക്കാൻ കേട്ടോ. ബാക്കിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങൾക്ക് അതാണ് ആകെയുള്ളൊരു എൻ്റർടൈൻമെൻറ്റ്. ഡോക്ടർ കാണിച്ചൊരു 11 മണിക്ക് ഇറങ്ങിയെങ്കിലും സ്റ്റിച്ച് അഴിക്കാൻ വേണ്ടിയിട്ട് മൈനർ പ്രൊസീജിയർ റൂമിലേക്ക് ഡോക്ടർ വരാൻ 11:45 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടാളും അപ്പോഴും അവിടെ പോസ്റ്റാണ്. എന്നാലും എന്നെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടി എന്തൊക്കെയോ എൻ്റെ അടുത്തിരുന്ന് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞ് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളേക്കാ കട്ട പോസ്റ്റായിരുന്നു ചെറിയേട്ടൻ. ഒരു 11:45 കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് ഏട്ടനെയും കൊണ്ട് സ്റ്റിച്ച് അഴിക്കാൻ മൈനർ പ്രൊസീജിയർ റൂമിലേക്ക് കയറി കേട്ടോ. പിന്നെ കുറച്ച് മെഡിസിൻസ് ഒക്കെ എഴുതുന്നു. അപ്പോൾ ഞാനും തമ്മിലും കൂടി അത് വാങ്ങിച്ച് ഒരു 12:15 തിരിച്ച് വണ്ടി വിളിച്ച് പോന്നു കേട്ടോ.